നേരത്തെ ഇടതുപക്ഷം തൊഴിലാളികളുടെയും ദരിദ്രരുടെയും പാർട്ടിയായിരുന്നു. അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടതുപക്ഷത്തെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തട്ടിപ്പുകാരുടെയും കള്ളന്മാരുടെയും പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും ഖജനാവിലെ പണം അപഹരിക്കലിന് പിന്നാലെ ഇപ്പോൾ അടുത്ത വിഷയം പൊങ്ങി വന്നിരിക്കുകയാണ്. മുൻ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭൂമി കയ്യേറിയതെന്നാണ് പുതിയ വിഷയം. ഉടൻ തന്നെ ഭൂമി ഒഴിപ്പിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേരള സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി CPM നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയതാണെന്നും അതിനാൽ കേന്ദ്രം അവിടെ നിന്നും ഒഴിപ്പിക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഒരു പാർട്ടിയുടെ മുഖമാണ് അതിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത്. അതാണ് തട്ടിപ്പിലൂടെ കൈയടക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം. പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടെ ഏകദേശം 55 സെന്റ് സ്ഥലം സ്വാധീനം ഉപയോഗിച്ച് CPM കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. ഒപ്പം ഇത് കേരള സർവകലാശാലയ്ക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രമുഖ പാർട്ടി എന്നുള്ള നിലയിൽ സ്വാധീനവും മസിൽ പവറും ഉപയോഗിച്ചാണ് CPM ഈ ഭൂമി കയ്യേറിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയാണ് തലസ്ഥാന നഗരിയിലെ കണ്ണായ ഭാഗത്ത് ഭൂമി കയ്യേറ്റം ചെയ്തിരിക്കുന്നതെന്ന് തന്നെ പറയാം. തിരുവിതാംകൂർ മഹാരാജാവ് സർവകലാശാലയ്ക്ക് നൽകിയ ഭൂമിയാണിതെന്നും ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിനായി വിട്ടുകൊടുക്കാൻ സർവകലാശാലയ്ക്ക് കഴിയില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മതിയായ രേഖകളില്ലാതെയാണ് ഈ ഭൂമി ഇപ്പോൾ പാർട്ടിയുടെ കൈവശമുള്ളതെന്നും ഹർജിക്കാരൻ പറയുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് ഹൈക്കോടതിയും കണ്ടെത്തിയാൽ CPMനെ ആപ്പീസ് കൂട്ടും. ഈ ഭൂമി സംബന്ധിച്ച് മുൻപ് പല ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഭൂമി ഒഴിപ്പിക്കണമെന്ന ആവശ്യവുമായി ഔദ്യോഗികമായ ഹർജി സമർപ്പിക്കപ്പെട്ടതാണ് CPMന് വെല്ലുവിളിയായിരിക്കുന്നത്. ഇങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഓരോ കള്ളത്തരങ്ങളും പൊങ്ങി വരുന്നത്. അതേതായാലും CPMനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുമെന്നും ഉറപ്പാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ അടുത്തതും കൂടെ പുറത്തു വന്നതോടെ ഏതൊക്കെ മന്ത്രിമാർ എപ്പോഴൊക്കെ കുടുങ്ങുമെന്ന് കണ്ടു തന്നെ അറിയണം.